7ാം മാസ ചടങ്ങുകൾക്കായി കനകയും ഗോവിന്ദനും നന്ദുവും അനന്തപുരിയിൽ എത്തിക്കഴിഞ്ഞു. ഒരുപാട് നാളുകൾക്ക് ശേഷം നന്ദുവിനെ കണ്ട സന്തോഷം എനിക്കുണ്ട്. എന്നാലും മുല്ലപ്പൂ വാങ്ങാൻ പോയി വരാമെന്ന് പറഞ്ഞ അഭിയെ ഇതുവരെ കാണാത്ത വിഷമത്തിലാണ് നവ്യ. ഇനി നോക്കാം പുതിയ കഥ. അനന്തപുരിയിൽ എല്ലാവരും അഭിക്കായി കാത്തിരിക്കുകയാണ്. അഭി ആവട്ടെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നതുമില്ല. എങ്ങനെ എടുക്കാന്? അവൻ അനഘയെ കാണാൻ പോയതല്ലേ. തന്റെ കുഞ്ഞിനെ അഭി ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അനഘ. ഇനി തിരിച്ചു വരില്ലെന്ന് പറഞ്ഞാണ് പോയതെങ്കിലും തനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇങ്ങോട്ട് വരേണ്ടി വന്നതെന്ന് അനഘ അഭിയോട് പറയുന്നുണ്ട്. താൻ ഒരു രോഗത്തിന് അടിമയാണെന്നും ഉടൻ തന്നെ മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടുണ്ടെന്നും അനഘ അഭിയോട് തുറന്നു പറഞ്ഞു. അത് കേട്ടതും അഭി ആകെ ഞെട്ടിത്തെരിച്ചു. എന്നാൽ ഉടനെ ഇങ്ങനെ പറയുമ്പോൾ താൻ എങ്ങനെ കുഞ്ഞിനെ ഏറ്റെടുക്കുമെന്നും താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഈ കുഞ്ഞിനെ സ്വീകരിക്കുമോ എന്നെല്ലാം അഭി അനഘയോട് സംശയം പറഞ്ഞു നോക്കി. എന്നാൽ താൻ വിവാഹിതനാണെന്നോ തന്റെ ഭാര്യയെ 7ാം മാസത്തിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങാണ് ഇന്ന് നടക്കുന്നതെന്നോ അവൻ പറയാൻ തയ്യാറായില്ല. അതേസമയം അനന്തപുരിയിൽ നിന്ന് അഭിയുടെ അമ്മയും മുത്തശ്ശനും നവ്യയും ഉൾപ്പെടെ മാറി മാറി അഭിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. അവൻ ഫോൺ എടുക്കുന്നതേയില്ല. വീട്ടിൽ നിന്നും വിളി വരുന്നുണ്ട്. പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോഴും അനഘ അവനെ വിടാൻ തയ്യാറാവുന്നില്ല. അഭിയെ കാത്തി വിഷമിച്ച് നിൽക്കുകയാണ് നവ്യ. പാവം, ഈ സമയത്ത് ഒരു ഭർത്താവിന്റെ സ്നേഹവും പരിഗണനയും എല്ലാമല്ലേ ഒരു ഭാര്യ ആഗ്രഹിക്കുക. നവ്യയ്ക്ക് അഭിയിൽ നിന്ന് അതൊന്നും കിട്ടാറില്ല. അനന്തപുരിയിൽ അഭി മാത്രമേ ഇങ്ങനെ ആയിട്ടുള്ളൂ. ആദർശും അനിയുമെല്ലാം എത്ര നല്ല മക്കളാ. എന്തായാലും നവ്യയുടെ ചടങ്ങിന് ശേഷം ഇനി ആരാണ് കുടുംബത്തിലേക്ക് അടുത്ത കുഞ്ഞിനെ തരുന്നതെന്ന ചോദ്യമാണ് മുത്തശ്ശിയുടേത്. ആദർശും നയനയും തമ്മിൽ നോക്കി ചിരിച്ചെങ്കിലും എനിക്ക് അനാമികയുടെ കാര്യം ഓർത്തപ്പോൾ നല്ല ദേഷ്യമാണ് വന്നത്. അതോടൊപ്പം ദേവയാനിയും നയനയും കൂടി ചില ഭാവാഭിനയങ്ങൾ കൂടി നടത്തുന്നുണ്ട് കേട്ടോ. കനകയ്ക്കും ഗോവിന്ദനും നന്ദുവിനും അത് കൃത്യമായി മനസ്സിലായെങ്കിലും അവരും ഒന്ന് അഭിനയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏറെ നേരമായിട്ടും മുല്ലപ്പൂ വാങ്ങാൻ എന്ന് പറഞ്ഞു പോയ അഭിയെ കാണാത്തപ്പോൾ മൂർത്തി മുത്തച്ഛന് നല്ല ദേഷ്യം വന്നിരിക്കുകയാണ്. ഇന്ന് ചടങ്ങിന് അഭി ഇവിടെ എത്തിയില്ലെങ്കിൽ അവനെ താൻ ഈ വീട്ടിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കുമെന്ന് മൂർത്തി മുത്തച്ഛൻ കട്ടായം പറയുന്നിടത്ത് വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.